ഹായ് മക്കളെ, 8ാം ക്ലാസ് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കിയാലോ മക്കളെ, ആദ്യം നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ഫാമിംഗ് മെത്തേഡുകളാണ്. വ്യത്യസ്ത കൃഷി രീതികൾ ഏതൊക്കെയാണ് സാറേ? എപ്പിക്കൾച്ചർ, പിസിക്കൾച്ചർ, അങ്ങനെ എന്തൊക്കെയുണ്ട് സാറേ? വിഷയമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് സാറേ, മാറിപ്പോവാറുണ്ട് സാറേ. ഒന്നുകൊണ്ട് പഠിക്കുകയാണ്, നമ്മൾ ഇന്നത് സെറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, നോക്കാം. ആദ്യം പഠിക്കുകയാണ് എന്താ മക്കളെ? റിയറിങ് ഓഫ് കാറ്റിൽ, കന്നുകാലി പരിപാലനം. കന്നുകാലി പരിപാലനത്തിന് പറയുന്ന പേരെന്താണ്? ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ്, കന്നുകാലി പരിപാലനമാണ്. സർ എന്താണ്? നമ്മൾ എരുമ, പിന്നെ പോത്ത്, ആട്, അതിൻ്റെ വെറൈറ്റികളൊക്കെ പഠിച്ചിട്ടില്ലായിരുന്നോ? അത് വരുന്നതാണ് എന്ത് സാറേ? കന്നുകാലി പരിപാലനം, റിയറിങ് ഓഫ് കാറ്റിൽ. അതിൻ്റെ പേര് ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ്. അടുത്തത് എന്താണ്? പക്ഷികളെ വളർത്തുക. നമ്മൾ കോഴി, കാട, താറാവ് ഇതുപോലത്തെ പക്ഷികൾ നമ്മൾ വളർത്താറില്ലേ? അതിന് വിളിക്കുന്ന പേരെന്താ മക്കളെ? ദ റിയറിങ് ഓഫ് ബേർഡ്സ്. പക്ഷി വളർത്തലിൻ്റെ പേര് പൗൾട്രി ഫാമിംഗ്. എന്താണ് മക്കളെ? പൗൾട്രി ഫാമിംഗ് ആണ്. ഇനി എന്താ സാറേ? നോക്കിക്കോ. റിയറിങ് ഓഫ് ഹണി ബീസ്. തേനീച്ചനെ വളർത്തുക. സയൻറ്റിഫിക് വേ ഓഫ് റിയറിങ് ഹണി ബീസ്. ഹണി ബീസിനെ അഥവാ നമ്മൾ തേനീച്ചകളെ ശാസ്ത്രീയമായിട്ട് വളർത്തുന്ന രീതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് എന്ത് മക്കളെ? എപ്പിക്കൾച്ചർ. റെഡി അല്ലാടാ? ഇനി എന്താണ് സാറേ? വരട്ടെ. സിൽക്ക് വോം. പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നത് സിൽക്ക് വോം സെറി. സിൽക്ക് വോം വളർത്തുന്നത് എന്താണ് മക്കളെ? സെറി കൾച്ചർ ആണ്. പട്ടുനൂല് പുഴുവിൻ്റെ ഉൽപ്പാദനത്തെ വിളിക്കുന്ന പേര് സെറി കൾച്ചർ ആണ് സർ. ഇനി എന്താണ് സാറേ? റിയറിങ് ഓഫ് ഫിഷസ്. മീനിന് ഉൽപ്പാദനം. എൻ്റെ മക്കൾ നോക്കിക്കോ. ഫിഷസ്, ഫിഷി, പിസി. എങ്ങനെയാണ് സാറേ? നോക്കിക്കോ. ഫിഷസ്, പിസി, ഫിഷസിൻ്റെ റിയറിങ്ങിനെ എന്ത് വിളിക്കുന്നു? പിസി കൾച്ചർ എന്ന് വിളിക്കുന്നതാ. പിസി കൾച്ചർ. മത്സ്യത്തിൻ്റെ, മീനുകളെ നമ്മൾ വളർത്തുന്നതിൻ്റെ ശാസ്ത്രീയ നാമം, ശാസ്ത്രീയ രീതി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയുന്നു മക്കളെ? അത് പിസി കൾച്ചർ ആണ്. ഫിഷ് കൾച്ചർ, പിസി കൾച്ചർ. റെഡി അല്ലാണ് മക്കളെ? ഇനി എന്താ സാറേ? അടുത്തത് വരട്ടെ. ഇനി എന്താണ്? റിയറിങ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കൾ വളർത്തുന്ന സയൻറ്റിഫിക് രീതി, ശാസ്ത്രീയ രീതി ഏതാടാ? ഫ്ലവർ ഫ്ലോറികൾച്ചർ ആണ്. ഫ്ലവർ വളർത്തുന്നത് എന്താണ്? ഫ്ലോറികൾച്ചർ ആണ്. അടുത്തത് നോക്കിയാലോ? അടുത്തത് എന്താണ് സാറേ? ഇനി നോക്കിക്കോ. ഒരുപാട് മക്കൾക്ക് മാറാറുള്ളതാണ് കേട്ടോ. എന്താണ് സാർ? മഷ്റൂം കൾച്ചർ. കൂൺ വളർത്തലിൻ്റെ പേരെന്താണ്? മഷ്റൂം കൾച്ചർ ആണ് സാർ. ഇതെന്താ സാറേ? മാറാണ്. കൂൺ വളർത്തുന്നത് മഷ്റൂം കൾച്ചർ. കൂണിൻ്റെ ഇംഗ്ലീഷാണല്ലോ മഷ്റൂം. അപ്പോൾ മഷ്റൂം കൾച്ചർ എല്ലാവർക്കും അറിയാലോ. മാറൽ അവിടെയല്ല. ഒരുപാട് മക്കൾക്ക് മാറൽ എവിടെയാണെന്ന് അറിയാം. എവിടെയാണ് മാറൽ? റിയറിങ് ഓഫ് റാബിറ്റ് വളർത്തുന്നതിന് പേര് ക്യൂണി കൾച്ചർ. ക്യൂട്ടല്ലേ റാബിറ്റ് അല്ലേ? മുയലുകൾ ക്യൂട്ട് ബേബീസ് അല്ലേ? ക്യൂട്ട് റാബിറ്റ് വളർത്തുന്നത് ക്യൂണി കൾച്ചറാണ്. ക്യൂണി കൾച്ചറാണ് റാബിറ്റിനത്. ഇനി എന്താ ഇവിടെ മാറാൻ സാധ്യത? എന്താ അറിയോ? ക്യൂണി കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താ? കുറേ കാലം കൂണി കൾച്ചർ എന്ന് വായിച്ചും സർ. കൂണി കൾച്ചർ, ക്യൂണി കൾച്ചർ. കൂൺ ഉൽപ്പാദനം നേടുന്ന ഒരുപാട് മക്കളുണ്ട്. പക്ഷേ എൻ്റെ മക്കൾ, എജുപോർട്ടിൻ്റെ മക്കൾ, മാസിൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? തെറ്റ് ചെയ്തരുത്. ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ റാബിറ്റിൻ്റെ റിയറിങ് ആണ്, മുയലിൻ്റെ ഉൽപ്പാദനമാണ്. മഷ്റൂമിൻ്റെ അഥവാ കൂൺ ഉൽപ്പാദനത്തിൻ്റെ പേര് മഷ്റൂം കൾച്ചറാണ്. തെറ്റിക്കരുത്. ഓക്കെ, അടുത്തത് എന്താണ്? പഴം പച്ചക്കറി. ഫ്രൂട്ട് വെജിറ്റബിൾ, പഴം പച്ചക്കറി. എവിടെ? ഇത് വളർത്തുന്നതിൻ്റെ പേരെന്താണ് സർ? ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴം പച്ചക്കറി എന്നിവയുടെ ശാസ്ത്രീയ ഉൽപ്പാദനമാണ് എന്ത്? ഹോർട്ടിക്കൾച്ചർ. റെഡി അല്ലേ മക്കളെ? ഫാമിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫാമിങ്. ഇതിൽ നിന്നും എന്തായാലും ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. 3 മാർക്കിന് വരെ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം മക്കളെ? ഇതിൻ്റെയൊക്കെ ഓരോരോ വെറൈറ്റികളുണ്ട്. മഷ്റൂം വെറൈറ്റികൾ, റാബിറ്റ് വെറൈറ്റികൾ, അതുപോലെ മീനിൻ്റെ വെറൈറ്റികൾ, പിന്നെ പോത്ത്, എരുമ, അങ്ങനെയൊക്കെ വെറൈറ്റികളുണ്ട് മക്കളെ. ആ വെറൈറ്റികൾ നമ്മൾ എന്ത് ചെയ്യണം? വൈവിധ്യങ്ങളും സെറ്റാക്കിയിട്ട് പോകണം. അടുത്തത് എന്താണ്? അടുത്ത ചോദ്യം. അടുത്ത ചോദ്യമില്ല. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അതുവരേക്കും, സന്ധിക്കും വരേക്കും ഗുഡ് ബൈ. താങ്ക് യു. സെറ്റാക്കിട്ടാ.